ഹായ് സ്റ്റുഡൻസ്, ആപ്പിൾ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് HSST കോമേഴ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മളോട് സ്പെഷ്യൽ ചില ഐറ്റംസിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ ചോദിക്കാറുണ്ട്. അതിൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രപ്പോസ് ഡിവിഡൻ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആപ്പിൾ ബി അക്കാഡമി HSST കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഇന്ന് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പലപ്പോഴായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പല തരത്തിലുള്ള ടൂൾസുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ടൂളാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ചൊക്കെയുള്ള കൃത്യമായ ഒരു ധാരണ ലഭിക്കുമെന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് സെപ്പറേറ്റ്ലി നമ്മൾ അതിൽ കാണിക്കുന്ന ഓരോ ഐറ്റംസിനെ കുറിച്ച്, അതായത് ഈ പറയുന്ന പ്രൊപ്പോസ് ഡിവിഡൻറ്റ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ഇങ്ങനെയുള്ള ചിലതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസുകൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ പൊതുവെ പ്രൊപ്പോസ് ഡിവിഡൻറ്റിനെ നമുക്ക് രണ്ട് രീതിയിലാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, കറണ്ട് ലയബിലിറ്റി ആയിട്ട് നമുക്കതിനെ ട്രീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് നമുക്കതിനെ ട്രീറ്റ് ചെയ്യാം. പൊതുവെ നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് നമ്മളതിനെ ട്രീറ്റ് ചെയ്യാറ്. ഇനി ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നമുക്ക് തരുന്ന ചോദ്യത്തിൽ നമ്മളോട് എടുത്തു ചോദിക്കുകയാണ്, നിങ്ങളിതിനെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് രണ്ടിനെ കുറിച്ചും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ആദ്യത്തെ സിറ്റുവേഷൻ, പ്രൊപ്പോസ് ഡിവിഡൻറ്റിനെ നമ്മൾ നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ്. നോൺ കറണ്ട് എന്ന് പറയുമ്പോൾ ലോങ് ടേം ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ആ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമ്മളതിൽ ഡിവിഡൻറ്റ് പെയ്ഡ് ഒക്കെ കണ്ടുപിടിക്കും. ആൻഡ് ഡിവിഡൻറ്റ് പെയ്ഡിനെ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് എവിടെ വരും? ആപ്ലിക്കേഷനിൽ വരും ഡിവിഡൻറ്റ് പെയ്ഡ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കറണ്ട് ഇയറിലെ പ്രൊപ്പോസ് ഡിവിഡൻറ്റ് ആഡ് ചെയ്തുകൂടി കാണിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് സംഭവിക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒന്ന്, ഡിവിഡൻറ്റ് പെയ്ഡ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കും, പെയ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ കാണിക്കും. രണ്ടാമതായിട്ട് പ്രൊപ്പോസ് ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് എത്രയാണോ അത് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ പ്രിപ്പയർ ചെയ്യുമ്പം അവിടെ ആഡ് ചെയ്ത് കാണിക്കും നെറ്റ് പ്രോഫിറ്റിനോട്. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കണക്കാക്കാം. സോ എക്സാമ്പിളിൽ നമുക്ക് പ്രൊപ്പോസ് ഡിവിഡൻറ്റ് 2 വർഷത്തെ തന്നിട്ടുണ്ട്. 2022 5,000 ആയിരുന്നു, 2023 അത് 3,000 ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ആൻഡ് അതിൽ ആദ്യം തന്നെ നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യണം. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, നമുക്ക് ഈ ഫസ്റ്റ് ഇയറിൽ തന്നിരിക്കുന്ന 2022 തന്നിരിക്കുന്ന എമൗണ്ട് വേണം നമ്മൾ ബ്രോ ഡൗൺ ചെയ്യാൻ, അല്ലേ? സോ നമ്മളത് 5,000 എന്ത് ചെയ്യുന്നു? ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് 5,000 കൊടുക്കുന്നു. ഓക്കെ, ഇനി ഈ 3,000 എവിടെയായിരിക്കും കൊടുക്കുന്നത്? ഇത് നമുക്ക് നെക്സ്റ്റ് 2023 അവസാനം വന്ന എമൗണ്ട് ആണ്, അല്ലേ? അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ക്യാരി ഡൗൺ ആയിട്ട് കാണിക്കണം. ഓക്കെ, അപ്പം നമ്മൾ 5,000 2022 നമ്മൾ 5,000 ബ്രോ ഡൗൺ ആയിട്ടും 2023 നമ്മൾ ക്യാരി ഡൗൺ ചെയ്ത് 3,000 കാണിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പം 5,000 ആണ് നമ്മൾ 2022 നമ്മൾ പ്രൊപ്പോസ് ചെയ്തിരുന്നു. 5,000 ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കണമെന്നായിരുന്നു. അപ്പോൾ അതങ്ങ് കൊടുക്കുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക കേട്ടോ. അത് നമ്മുടെ അസംഷൻ ആണ്. 5,000 തന്നെ നമ്മൾ ഡിവിഡൻ്റ് ആയിട്ട് കൊടുത്തു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ നമ്മൾ അത് എവിടെ എഴുതി? ഡെബിറ്റ് സൈഡിൽ എഴുതി. ടു ക്യാഷ്, ഡിവിഡൻറ്റ് പെയ്ഡ് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുത്തു എന്നുള്ള അസംഷനിൽ നമ്മൾ ആ 5,000 ആണ് അവിടെ എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ബ്രോ ഡൗൺ ചെയ്ത 5,000 2022 നമ്മൾ 5,000 രൂപ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കും എന്ന് നമ്മൾ പ്രൊപ്പോസ് ചെയ്ത് തീരുമാനിച്ചു വെച്ചത്, അത് നമ്മൾ കൊടുത്തു എന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യുകയാണ്. ടു ക്യാഷ് എന്നും പറഞ്ഞ് നമ്മൾ ആ 5,000 കാണിച്ചു. സോ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ലെഡ്ജറിൻ്റെ ഡെബിറ്റ് സൈഡിൽ 8,000 ആയിട്ടുണ്ട്, ഇവിടെ 5,000 ഉള്ളൂ. സോ ആ റിമൈനിങ് എമൗണ്ട് നമ്മൾ ഇങ്ങോട്ട് ബാലൻസ് ചെയ്യും. അത് ബാലൻസ് ചെയ്യുന്ന എന്തായിട്ടാണ്? P&Lലേക്ക് നമ്മൾ ബാലൻസ് ചെയ്യും. ബാലൻസിങ് ഫിഗർ ആണ്, അതാണ് BF എന്ന് എഴുതിയിരിക്കുന്നത്. 3,000 വരും. അപ്പോൾ ഏതൊക്കെ വാല്യൂ എവിടെയൊക്കെ കൊടുത്തു എന്ന് ഒന്നുകൂടെ പറയാം. 5,000 നമ്മൾ ബ്രോ ഡൗൺ ചെയ്തു 2022. 2023 3,000 നമ്മൾ ക്യാരി ഡൗൺ ചെയ്തു. ഇനി നമ്മൾ 2022 അതായത് തുടക്കം നമ്മൾ തീരുമാനിച്ചു വെച്ചിരുന്ന എമൗണ്ട് കൊടുത്തു എന്നങ്ങ് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ നമ്മളത് ടു ക്യാഷിൽ 5,000 കാണിച്ചു. ഈ 5,000 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന 5,000 കേട്ടോ. ആൻഡ് നമ്മൾ എന്ത് ചെയ്തു? ബാലൻസ് എടുത്തു. അപ്പം നമുക്ക് 3,000 കിട്ടി. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പോയിന്റിന് തുടക്കത്തിൽ പറഞ്ഞ എന്താണ്? ഡിവിഡൻറ്റ് പെയ്ഡ് നമ്മൾ എന്തായിട്ട് കാണിക്കും എന്ന് പറഞ്ഞു?
ഡിവിഡൻഡ് പെയ്ഡ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് കാണിക്കുമെന്ന് പറഞ്ഞു. സോ ഇവിടെ ആപ്ലിക്കേഷനായിട്ട് കാണിക്കുന്ന ഏത് എമൗണ്ട് ആയിരിക്കും? ഈ 5,000 ആയിരിക്കും നമ്മൾ ആപ്ലിക്കേഷനായിട്ട് കാണിക്കുന്നത്. കണ്ടോ, ഇത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ ആപ്ലിക്കേഷനിൽ നമ്മൾ 5,000 കാണിക്കും. കഴിഞ്ഞ വർഷത്തെ നമ്മൾ കൊടുത്തു എന്നുള്ളൊരു അസംഷനാണ്. ഓക്കെ, ഈ 5,000 ആണത് കേട്ടോ. സോ ആ 5,000 നമ്മൾ എന്തായിട്ട് കാണിക്കുന്നു? ഡിവിഡൻഡ് പെയ്ഡ് എന്നും പറഞ്ഞ് നമ്മളിവിടെ കാണിക്കുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ ഫസ്റ്റ് കാര്യം. ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആപ്ലിക്കേഷനിൽ കാണിക്കുന്നു എന്നുള്ളത്. ഇനി നമുക്ക് എന്താ നമ്മൾ പറഞ്ഞത്? ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊപ്പോസ് ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് ആഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ പ്രൊപ്പോസ് ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതാണ്? 3,000 റുപ്പീസ്. അത് ഏതാ 3,000? ഈ 3,000 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ആഡ് ചെയ്ത് കാണിക്കുന്നത്. ഡിവിഡൻഡ് പ്രൊപ്പോസ് ഡ്യൂറിങ് ആ വർഷം നമ്മൾ കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത് ഇതാണ്. സോ ഈ 3,000 വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കാണിക്കാനായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. സോ നമ്മുടെ ഫസ്റ്റ് എഴുതിയിരിക്കുന്ന 5,000 ഈ വർഷം ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്ന എമൗണ്ട് ആണ് 5,000. അത് നമ്മൾ കാണിച്ചു. ദെൻ നമ്മൾ എൻഡിലേക്കുള്ള എമൗണ്ട് 3,000 ഇവിടെ ക്യാരി ഡൗൺ ചെയ്ത് കാണിച്ചു. നമ്മൾ തുടക്കത്തിൽ എത്ര അസ്യൂം ചെയ്തു അത് കൊടുത്തു എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. സോ ഈ 5,000 ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇത് കൊടുത്തു എന്നുള്ള അസംഷൻ. പിന്നീട് നമ്മൾ ബാലൻസ് ചെയ്തു. അപ്പോൾ നമുക്ക് 3,000 ആണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിൽ നമുക്ക് വന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ 5,000 രൂപ നമ്മൾ എന്തായിട്ട് കാണിക്കും? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ആപ്ലിക്കേഷൻ സൈഡിൽ കാണിക്കും, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് കാണിക്കും. ആൻഡ് ഈ 3,000 നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളത് ആഡ് ചെയ്ത് കാണിക്കണം. പ്രൊപ്പോസ് ഡിവിഡൻഡ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. സോ അത് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. ഇതെല്ലാം ഏത് സാഹചര്യത്തിലാണ്? നിങ്ങൾ പ്രൊപ്പോസ് ഡിവിഡൻഡിനെ നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിലാണ്. അതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. സെക്കൻഡ് സിറ്റുവേഷൻ എന്തായിരുന്നു? ഇഫ് പ്രൊപ്പോസ് ഡിവിഡൻഡ് ട്രീറ്റഡ് ആസ് കറണ്ട് ലയബിലിറ്റി. നിങ്ങളിതിനെ കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് ഫണ്ട് ഫ്രം ഓപ്പറേഷനിലോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലോ ഒന്നും ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും പോകുന്നില്ല. നമ്മളിത് കാണിക്കുന്നത് ഷെഡ്യൂൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് കറണ്ട് ലയബിലിറ്റി വരുന്നതാണ് അല്ലേ. സോ കറണ്ട് ലയബിലിറ്റി നമ്മൾ പ്രൊപ്പോസ് ഡിവിഡൻഡ് എഴുതുന്നു. 2022 5,000, 2023 3,000. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ 2022 2023 ആയപ്പോൾ കുറഞ്ഞു. എത്ര? 2,000. സോ ആ -2,000 നമ്മൾ ചേഞ്ച് ആയിട്ട് കാണിക്കും. ബാക്കി ഉള്ള അസറ്റ്സും ലയബിലിറ്റീസും കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി എല്ലാം നമ്മൾ ഈ ഷെഡ്യൂളിൽ പ്രിപ്പയർ ചെയ്യും. ഇതെന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രം നമ്മളിവിടെ എഴുതിയതാണ്. അപ്പം കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഷെഡ്യൂൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിൽ ഇത് കാണിച്ചാൽ മാത്രം മതി. എമൗണ്ട് കൂടിയാണ് വരുന്നതെങ്കിൽ ഇവിടെ പോസിറ്റീവ് വാല്യൂ വരും. ഇപ്പോൾ ഇവിടെ 5,000 ഇവിടെ 8,000 ആയിരുന്നുവെങ്കിൽ ഇവിടെ 3,000 പോസിറ്റീവ് വാല്യൂ വരും. ഇവിടെ 2023 അതിൻ്റെ എമൗണ്ട് കുറഞ്ഞതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വാല്യൂ വന്നത്. ഓക്കെ, ഇനി അതേസമയം നമ്മളിതിനെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് എങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മളതിനെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ആയിട്ടും കാണിക്കും. അത് ഡിവിഡൻഡ് പെയ്ഡിൻ്റെ എമൗണ്ട്, പ്രൊപ്പോസ് ഡിവിഡൻഡിൻ്റെ ഈ പറയുന്ന കറണ്ട് ഇയറിലെ പ്രൊപ്പോസ് ഡിവിഡൻഡിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എവിടെ കാണിക്കും? നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ എമൗണ്ട് ആഡ് ചെയ്ത് കാണിക്കും. ഓക്കെ, സോ നോക്കിക്കേ, HSSTക്ക് പ്രീവിയസ് ഇയർ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റൻ ആണിത്. ഇഫ് പ്രൊപ്പോസ് ഡിവിഡൻഡ് ഈസ് ട്രീറ്റഡ് ആസ് എ കറണ്ട് ലയബിലിറ്റി ദെൻ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഈസ്. അപ്പം നമ്മൾ കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആപ്ലിക്കേഷൻ ആവുമോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കറണ്ട് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നെങ്കിൽ ഇത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേ വരുന്നില്ല. അപ്പോൾ അത് ആപ്ലിക്കേഷനും അല്ല സോഴ്സും അല്ല അല്ലേ. അപ്പം ഓപ്ഷൻ എയും അല്ല ബിയും അല്ല സിയും അല്ല. അവിടെ ഫണ്ടിന് മൂവ്മെൻറ്റ് നടക്കത്തില്ല. കാരണം ഒരു ഐറ്റം നോൺ കറണ്ട് ഒന്ന് കറണ്ട് ലയബിലിറ്റി ആണെങ്കിലേ അവിടെ മൂവ്മെൻറ്റ് നടക്കുന്നുള്ളൂ. നമ്മളിതിനെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഫണ്ടിന് യാതൊരു തരത്തിലൊരു മൂവ്മെൻറ്റ് നടക്കത്തില്ല. ഫണ്ടിന് മൂവ്മെൻറ്റ് നടന്ന് അതിനെ നമ്മൾ ആപ്ലിക്കേഷനോ സോഴ്സോ ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. അതേസമയം നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് ഈ ചോദ്യം അങ്ങനെയായിരുന്നെങ്കിൽ ഇഫ് പ്രൊപ്പോസ് ഡിവിഡൻഡ് ഈസ് ട്രീറ്റഡ് ആസ് നോൺ കറണ്ട് ലയബിലിറ്റി ദെൻ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് എന്നായിരുന്നു ചോദ്യമെങ്കിൽ നമ്മുടെ ആൻസർ എന്തായേനെ? ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്നായേനെ. പക്ഷേ ഇവിടെ പ്രൊപ്പോസ് ഡിവിഡൻഡിനെ നമ്മൾ കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫണ്ടിന് പ്രത്യേകിച്ച് യാതൊരുവിധ മൂവ്മെൻറ്റും ഇല്ല. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഡി. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ഉള്ള ഐറ്റംസ് കൂടി അതെന്താ ചെയ്യുന്നത്, എവിടെ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഈ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.